പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയെ രാജ്യവ്യാപകമായി തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വളരെ ആസൂത്രിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ദൗത്യം മിക്കപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുക്കുന്നു, PC ജോർജ് ഏറ്റെടുക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ദൗത്യങ്ങൾ പലരും പല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും സംഘപരിവാര പ്രൊഫൈലുകളും അതിന്റെ പ്രവർത്തകരുമൊക്കെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ വരെ അങ്ങനെ ആ ജില്ലയെ ഇകഴ്ത്തിക്കാണിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെയൊക്കെ പ്രസ്താവനയിലൂടെ കാണുന്നത്. പക്ഷേ അതിനെതിരെ ഏറ്റവും നല്ല പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സന്ദീപ് ഭാര്യയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളൊക്കെ ഈ അടുത്ത സമയങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ അദ്ദേഹം സംഘപരിവാര സഹയാത്രികനായിരുന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ മുസ്ലിം വിരുദ്ധതയൊക്കെ മാറി അദ്ദേഹം കൂടുതൽ സത്യസന്ധമായ കാര്യങ്ങളെ അപഗ്രഥിച്ചു പഠിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ഈ മലപ്പുറത്തിനെതിരെയുള്ള ഈ അജണ്ടകളെ, പ്രൊപ്പഗണ്ടകളെയൊക്കെ അദ്ദേഹം അതിൻ്റെയൊക്കെ മുനയൊടിച്ചു കളയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി ഇന്നത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും മലപ്പുറത്തെ ആളുകൾ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടത്തുന്നത് കൊണ്ടാണ് അവിടെ ജനസംഖ്യ കൂടുന്നത് എന്ന് അദ്ദേഹം വളരെ തെളിവുകൾ നിരത്തി തന്നെയാണ് പറയുന്നത്. കാരണം മലപ്പുറത്തെ ആളുകൾ മിക്കപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. കുറച്ചധികം കാലഘട്ടങ്ങളിൽ അവിടെ ജോലി ചെയ്തതിനു ശേഷം അവർ സമ്പാദ്യമൊക്കെ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കുന്നു. അതുകൊണ്ടാണ് മലപ്പുറത്തേക്ക് ജനസംഖ്യ കൂടുന്നത്. അതായത് നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്ന ആളുകൾ തിരിച്ചെത്തുന്നു, അവിടെ അവർ ബിസിനസ്സൊക്കെ ആയിട്ട് സ്വന്തം സ്ഥലത്ത് തന്നെ വീണ്ടും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നു. പക്ഷേ തെക്കൻ തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെ ആളുകൾ പഠിച്ചു കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിലാകുന്നത് കൊണ്ടാണ് ആ രാജ്യങ്ങളിലെ ജനസംഖ്യ, ആ പ്രദേശങ്ങളിലെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, മലപ്പുറത്ത് നേരത്തെ ആളുകൾ കളിയാക്കുമായിരുന്ന ഒരു കാര്യമുണ്ട്. മലപ്പുറത്തെ ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും അതുപോലെ ഉള്ള വിദ്യാഭ്യാസത്തിലുമൊക്കെ പിന്നോക്കമാണ്. പക്ഷെ അദ്ദേഹം അതിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രപരമായ ബ്രിട്ടീഷുകാരുമായിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം സ്വീകരിക്കുന്നതിൽ അവർക്ക് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കമായത്. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരെ കൊന്ന് കഴുമരത്തിൽ തൂക്കുന്ന പൂർവികരുടെ ഒരു ചരിത്രമാണ് മലബാറിലെ മുസ്ലിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായത്. പക്ഷേ ഈ അവസരത്തിൽ അവർ വ്യവസായികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നോട്ട് നിൽക്കുന്നു എന്ന ഒരു വലിയ സത്യം കൂടി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. മറ്റൊന്ന്, മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നവരാണ് എന്ന ധാരണയെ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് നിരത്തി തന്നെ, കണക്കുകൾ നിരത്തി തന്നെ നിഷേധിക്കുന്നുണ്ട്. അതായത് 1991 സെൻസസ് പ്രകാരം 69.04% മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ശതമാനം. 2001 അത് 70.2 ആയി. 2011 അത് 70.2 സ്ഥായിയായി തന്നെ നിൽക്കുകയാണ്. വലിയ മാറ്റമൊന്നുമില്ല എന്നല്ല, മാറ്റമൊന്നുമില്ല. 70.2 2001, 70.2 02 2011 മാറ്റമൊന്നുമില്ല. അതായത് മലപ്പുറത്തെ മുസ്ലിം ജനസംഖ്യയിൽ വർധന ഉണ്ടാകുന്നില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ബിസിനസ്സും ജോലിയുമായി നിൽക്കുന്ന മലപ്പുറത്തുള്ള ആളുകൾ തിരിച്ചവിടെ സെറ്റിലാകുന്നതാണ് ജനസംഖ്യയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ തെക്കൻ തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ആളുകൾ വിദേശ രാജ്യങ്ങളിൽ സെറ്റിലാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൾ നിരത്തിയുള്ള വിശകലനത്തിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സ്ത്രീകൾ അവര് പർദ്ദാധാരണികളാണ്, ചാക്കിനകത്താണ് എന്നൊക്കെ പറയുന്നു, അവർ പെറ്റുപെരുകുന്നവരാണെന്ന് പറയുന്നു. പക്ഷേ ശരി അതല്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് പൊതുപരീക്ഷയുടെ റിസൾട്ട് എടുത്ത് നോക്കിയാലും അതിൽ ഉയർന്ന റാങ്കോടുകൂടി ഒരു മലപ്പുറത്തെ സ്ത്രീ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വിശകലനങ്ങളൊക്കെ തന്നെയും അത് വസ്തുതകൾ പഠിച്ചുകൊണ്ടാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ശരിയുമാണെന്ന് പറയാം. നേരത്തെ നമ്മുടെ വടയാർ സുനിൽ ABC-യുടെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഇപ്പോൾ ഏത് പ്രൊഫഷണൽ കോളേജ് എടുത്ത് നോക്കിയാലും ഏത് MBBS ബിരുദദാന ചടങ്ങ് എടുത്ത് നോക്കിയാലും അതിൽ പർദ്ദയിട്ട് വരുന്ന മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികൾ ധാരാളമാണെന്ന്. അതായത് മലപ്പുറത്തെ ആളുകൾ അവർ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉണ്ടായിരുന്ന പിന്നോക്കാവസ്ഥ വളരെ കഷ്ടപ്പെട്ട് തന്നെ പരിഹരിച്ചു കഴിഞ്ഞു. അവർ കഠിനാധ്വാനം ചെയ്ത് അത് പരിഹരിച്ചു കഴിഞ്ഞു. അതിൽ അസൂയയും കുശുമ്പും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന ഒരു സത്യാവസ്ഥയാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.